ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ആദ്യം തന്നെ നമ്മൾ ബാത്റൂമിലുള്ള ബക്കറ്റുകളും ഇതുപോലുള്ള കപ്പുകളൊക്കെ വഴുവഴുപ്പ് പിടിച്ചതും അതുപോലെ ചളി പിടിച്ചതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപ്പ് വെച്ചിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സോപ്പ് പൊടിയോ ഒന്നും വേണ്ട, ഉപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. കപ്പ് നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബാത്റൂമിലുള്ള ബക്കറ്റും കപ്പുകളൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. ബ്രഷ് വെച്ച് ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആഴ്ചയിലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ നമ്മൾ ബാത്റൂമിലെ കപ്പൊക്കെ നല്ല പുതിയതുപോലെ വഴുവഴുപ്പൊന്നും ഇല്ലാതെ എപ്പോഴും ഇരുന്നോളും. ബക്കറ്റും ഇതുപോലെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല, കപ്പ് തന്നെ നിങ്ങൾക്ക് കണ്ടതാണല്ലോ. അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഇതുപോലുള്ള കത്രികകളൊക്കെ ഉണ്ടെങ്കിൽ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ഇതുപോലെ എടുത്തിട്ട് അതിലിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കത്രിക നന്നായിട്ട് തന്നെ നമുക്ക് ഷാർപ്പായി കിട്ടും. കത്രിക മാത്രമല്ല, നമ്മൾ നൈൽ കട്ടർ ഉണ്ടല്ലോ, നൈൽ കട്ടർ ഇതുപോലെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഷാർപ്പായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഷാർപ്പായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് കുറച്ച് ഉപ്പ് ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ പാത്രത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ആ ഉപ്പ് വലിച്ചെടുത്തിട്ട് ഫ്രിഡ്ജ് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു മീനിൻ്റെ ഒക്കെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പ് വെച്ച് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഒരു സിമ്പിൾ ടിപ്പാണ്, നമ്മൾ കുട്ടികളെ ഫ്ലാസ്കൊക്കെ അതുപോലെ കുട്ടികൾ സ്കൂൾ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ബ്രഷ് ഇല്ലാതെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പായാലും പൊടിപ്പായാലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള ഏകദേശം അഴുക്കുകളൊക്കെ ഇളകി കിട്ടും. പിന്നെ ഒന്ന് നന്നായിട്ട് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഇത് പുട്ട് കുത്തുന്ന ഒരു സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ആ സ്ക്രബ്ബർ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുപ്പി കഴുകാനും ബ്രഷ് ഇല്ലാത്തവർ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നല്ല ക്ലീനായി കിട്ടും. ആ ഒരു ഇനിയിപ്പോൾ ഇങ്ങനെ ഇതില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിൽ ഇതുപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് കുപ്പി ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഉപ്പിട്ട് കൊടുത്ത് ഷേക്ക് ചെയ്താൽ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷേ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ആ ബ്രഷ് ഇട്ട് ഉരച്ചതാണ്. കണ്ടില്ല, അതിലെ അഴുക്കൊക്കെ നല്ല പുതിയ ഫ്ലാസ്ക് പോലെ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ളത് അഴുക്കുകളൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലാസ്കിനകത്തുള്ള ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും വെള്ളം കൊണ്ടുപോയാൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുപ്പി കഴുകാൻ ഇനി സോപ്പ് പൊടിയോ ഡിഷ് വാഷോ ഒന്നും വേണ്ട. ഇതുപോലെ കുറച്ച് ഉപ്പുണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടല്ലോ, പുതിയ ഫ്ലാസ്ക് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ സെറാമിക് പാത്രങ്ങളൊക്കെ ആ കറ പോകാനൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഉപ്പ് വെച്ച് തേച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു കപ്പ് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ അകത്തൊന്നും അധികം അഴുക്കില്ല കേട്ടോ, പക്ഷെ അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ചൊരു കറ പിടിച്ച പോലെ ഉണ്ട്. അതൊന്ന് ഉപ്പ് വെച്ചിട്ട് ഉരക്കുകയാണ് കേട്ടോ. ജസ്റ്റ് കൈ വെച്ച് ഉരച്ചാൽ മാത്രം മതി. പിന്നെ കൈ വെച്ച് ഉരക്കുമ്പോൾ പാത്രം ക്ലീൻ ആവുമെന്ന് മാത്രമല്ല, നമ്മളെ കൈ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഈ ഒരു സമയത്ത് എല്ലാവരുടെ കൈയും കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതുപോലെ കയ്യിലൊന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റായി കിട്ടും കേട്ടോ നമ്മുടെ കൈയൊക്കെ. പിന്നെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുന്തിരിയൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് ആ ഒരു പൊടി ഉണ്ടല്ലോ, മുന്തിരിയിൽ നല്ലൊരു വെള്ള കളർ പൊടി ഉണ്ടാവാറുണ്ട്. ആ പൊടി നമ്മൾ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊടി പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. ചൂടുവെള്ളത്തിൽ വേണം ഇട്ട് വെക്കാൻ. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി, മുന്തിരി നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ സെറാമിക് കപ്പ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ രാത്രി ഇത് എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ സ്ക്രബ്ബറുകളൊക്കെ ആ ഒരു വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രബ്ബർ നല്ല ക്ലീനായി കിട്ടും. അതിലെ അണുക്കളൊക്കെ നശിച്ചു പോകും കേട്ടോ.
എപ്പോഴും നമ്മൾ സ്ക്രബ്ബറും സിങ്കൊക്കെ നല്ല ക്ലീനാക്കി വെക്കണം. കാരണം അതിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രോഗാണുക്കളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ സിങ്കും എപ്പോഴും ക്ലീനാക്കി വെക്കുക. സിങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ചെറിയ ചൂടുവെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അണുക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോയിക്കോളും. അതുപോലെ തന്നെ ഇതുപോലുള്ള മസാലപ്പൊടികളിലൊക്കെ പെട്ടെന്ന് കേടാവാതിരിക്കാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പൊടികൾ പൂത്തു പോവില്ല കേട്ടോ. അതുപോലെ നമ്മൾ തക്കാളി പെട്ടെന്ന് കേടുവരുന്നു പോകുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ തക്കാളിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. അപ്പോൾ ആരും തക്കാളി കേടാക്കി കളയണ്ട. തക്കാളിയിൽ ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വെച്ചാൽ നമ്മൾ തക്കാളി ഒരുപാട് കാലം കേടാവാതിരിക്കും. അതുപോലെ തന്നെ ആട്ടപ്പൊടി മൈദപ്പൊടിയിലൊക്കെ കുറച്ച് ഉപ്പിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാണികളൊന്നും പെട്ടെന്നൊന്നും വരില്ല കേട്ടോ. അതൊന്ന് കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി. അതുപോലെ കട്ട പിടിക്കുകയില്ല. അടുത്തതായി നമുക്ക് ബാത്റൂം കഴുകാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക. അതിന് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് കംഫർട്ടും കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഉപ്പാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് നമ്മൾ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട. ഇതുപോലെ ഉപ്പും സോപ്പും പൊടി ഇട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ബാത്റൂം ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ കംഫർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കംഫർട്ട് വേണ്ട. പക്ഷേ കംഫർട്ട് കൊണ്ട് ഒഴിച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇത് കഴുകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ബാത്റൂമിൻ്റെ സ്മെല്ലൊന്നും അറിയില്ല. നല്ല ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ കംഫർട്ടിന്. കംഫർട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ ബാത്റൂം കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരു ഡിസ്പോസിബിൾ പാത്രത്തിൽ കുറച്ച് ഉപ്പും കംഫർട്ടും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂം എപ്പോഴും നല്ല ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ ബാത്റൂമിൻ്റെ എല്ലാ ഭാഗവും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഡെയിലി നമ്മളിങ്ങനെ കഴുകണമെന്നില്ല. ഒരു 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. ബാത്റൂമിലെ എല്ലാ കറകളും പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കറയാക്കി കളയാതെ 1-2 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ബാത്റൂമിൽ ഒരു കറ പോലും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കറ പിടിക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ടോപ്പ് ഊരി എടുത്തതാണ് കേട്ടോ. അത് പൊട്ടിപ്പോയതൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിടിച്ചിട്ടുള്ള ആ കറകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞാൻ ഊരിയെടുത്ത് കഴുകിയിട്ടുള്ളത്. എപ്പോഴും കഴുകുമ്പോൾ അതിൻ്റേതായ വൃത്തിയിൽ കഴുകിയാൽ നമ്മളെ ബാത്റൂം എപ്പോഴും നല്ല വൃത്തിയായിരുന്നോളും. അപ്പോൾ ടോയ്ലറ്റ് മാത്രമല്ല വാഷ് ബേസും വാൾ ടൈലൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ടോയ്ലറ്റ് പോലെ തന്നെ വാഷ് ബേസും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. വാഷ് ബേസിലും കുറച്ചൊക്കെ കറ പിടിച്ചിട്ടുണ്ട്. പിന്നെ ചില ഭാഗത്തൊക്കെ ബാത്റൂമുകളിലൊക്കെ ഒച്ചകളുണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പ്രഷറൊക്കെ കുറയുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ നോർമലായി കിട്ടും കേട്ടോ. അതൊക്കെ ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഉപ്പ് കൊണ്ട് ഇതല്ലാത്ത മറ്റെന്തെങ്കിലും ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് കമൻസിലൂടെ ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നാലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ബാത്റൂമൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഉപ്പും സോപ്പും പൊടിയും ബാത്റൂമിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്